എൻ്റെ സിനിമാ കുടുംബാംഗങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഇങ്ങനൊരു പത്രസമ്മേളനം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. കാരണം നമ്മൾ വൺ ടു ടോക്സിൻ്റെ ഈ ഫിലിം അവാർഡിൻ്റെ ചിന്തകളിൽ തന്നെ എല്ലാം വ്യത്യസ്തമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുറമെ കൊണ്ടുവരണം എന്ന ആദ്യമേ ചർച്ചയിൽ കൈകാര്യമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ പുതുമ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചിന്തയുണ്ടായത്. ഏതായാലും ഇങ്ങനൊരു ചിന്ത പ്രായോഗികമാക്കാൻ കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേരാനും ഒരു സായാഹ്നം ഇത്രയും മനോഹരമായി നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞതിന് ആദ്യം ജഗദീശനോട് നന്ദി പറയാം, പിന്നെ ഹൈദരാലിയോട് നന്ദി പറയാം. എന്തായാലും കേരളത്തിൽ ഒരു വർഷം 8 മുതൽ 10 ഫിലിം അവാർഡുകൾ വരെ ഉണ്ടായിരുന്നുണ്ട്. ഞാനൊരു കൊല്ലം 8 ഫിലിം അവാർഡ് ഡയറക്റ്റ് ചെയ്ത സമയമുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒന്നും നടന്നിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മഴവിൽ മനോരമയുടെ വനിതയിലെ ഫിലിം അവാർഡാണ് ആകെ നടക്കുന്നത്. ബാക്കിയെല്ലാം കെട്ടടക്കിയ അവസ്ഥയിലാണ്. കാരണം പല കാരണങ്ങൾ അതിനുണ്ട്. കാരണം ഇതിന്റെ സാമ്പത്തിക ചെലവ്, സ്പോൺസർമാരുടെ അഭാവം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഫിലിം അവാർഡുകളുടെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് വൺ ടു ടോക്സ് വീണ്ടും ഒരു സിനിമ അവാർഡിന് ചിന്ത വരുന്നത്. അപ്പൊ അതെങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ള ആലോചനയിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഫോർമുലകളിൽ നിന്ന് മാറിയുള്ള ഒരു സംപ്രേഷണ രീതിയായിരിക്കും നമ്മൾ ഇതിനെ അവലംബിക്കാൻ പോകുന്നത്. നമ്മൾ റീലുകളുടെ കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ റീലുകളിൽ കൂടെ നമുക്ക് ഫിലിം അവാർഡുകൾ എങ്ങനെ അവതരിപ്പിക്കാം എന്ന ചിന്തയാണ് ഇതിന്റെ പിന്നിൽ ആദ്യം വന്നത്. അങ്ങനെ അതെല്ലാം ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതുവരെ നമുക്ക് കൃത്യമായ ഒരു അവലോകനം നടത്താനും 184 സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിൽ എത്ര സിനിമ നമ്മൾ കണ്ടു എന്ന് ആരും തീരുമാനിക്കും. കാരണം നമ്മളൊക്കെ സിനിമക്കാരാണ്. നമ്മൾ അതിൽ എത്ര സിനിമ കണ്ടു എന്ന് നോക്കിയാൽ ബാക്കി അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ അതിൽ നിന്നും ഏറ്റവും നല്ല 5 നോമിനേഷനുകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ കാറ്റഗറിയും ഏകദേശം 17 അവാർഡുകളാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. ആ 17 അവാർഡുകളിൽ 5 അവാർഡ് നോമിനേഷനായിട്ടുള്ള തെരഞ്ഞെടുക്കുന്ന ജോലി തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും അത് വളരെ ഞാൻ കുറേ നോക്കി. കാരണം അതൊന്നും ഒരെണ്ണം പോലും തള്ളിക്കളയാൻ പറ്റാത്തവരും ജോലി തിരഞ്ഞെടുക്കേണ്ടതാണ് ഏറ്റവും അഭിനന്ദിക്കേണ്ടത്. അവരുടെ കഷ്ടപ്പാടിനെ നമ്മൾ കണ്ടു എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അത്രയും അവരതിന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൽ ഏറെ സന്തോഷം. ഏതായാലും അവാർഡ് നിശ്ചയം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോ ഒരു ഡേറ്റ് പറയാൻ കഴിയാത്തത് എലക്ഷൻ എന്ന് അനൗൺസ് ചെയ്യും എന്നതിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇവിടെ കപ്പലിൽ കയറുന്നതിന് മുമ്പ് പോലും എന്നാണ് വരാൻ ചാൻസ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ആദ്യ വാരം 2ാം വാരം എന്നാണ് ഇപ്പൊ പറയുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നില്ല, വിഷു കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരും ഏപ്രിൽ 2ാം വാരമായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറയുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിലും നമ്മളെ ബാധിക്കാത്ത തരത്തിലുമായിരിക്കും ഇതിന്റെ ഡേറ്റ്. നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഏപ്രിൽ 14 വിഷുവിന്റെ തലേ ദിവസം എറണാകുളത്ത് വെച്ചാണ് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഔദ്യോഗികമായ ഒരു ഡേറ്റ് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ രീതിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൃത്യമായ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുന്നത്. പിന്നെ നമ്മളിതില് നമ്മളിൽ കൂടെ കടന്നുപോയ അല്ലെങ്കിൽ നമ്മൾ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ പേര് ഓർക്കാനുള്ള ഒരു സന്ദർഭം കൂടി നമ്മൾ ഈ അവാർഡിനോട് ചേർത്തിട്ടുണ്ട്. കാരണം എല്ലാ അവാർഡും ഇപ്പോൾ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പെട്ടെന്ന് കാണാനില്ല എന്ന് മനസ്സിൽ കരുതുന്ന കുറേയേറെ പേരിലാണെന്നുള്ള അവാർഡ്. അത് ഇതിൻ്റെ ഒരു പുതുമയായിട്ട് വയ്ക്കുന്നു. കാരണം എല്ലാ വർഷവും നമ്മൾ അതാത് കാലങ്ങളിൽ സ്മരിക്കേണ്ടവരെ സ്മരിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ അവാർഡുകളുടെ പേരുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ അവാർഡുകൾക്കും ഒരു നടന്റെയോ അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസറുടെയോ ഒക്കെ പേരിലായിരിക്കും നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോഴുള്ള അവാർഡുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അവരുടെയൊക്കെ ഫാമിലികളെ നമ്മൾ അവാർഡ് ചെയ്ത് കൊണ്ടുവരാനും ശ്രമം നടത്തും. അതിന് പരമാവധി നമ്മളോടൊപ്പം സിനിമ സംഘടനകളെല്ലാം ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് അവരുടെയും കൂടെ സഹായത്തോടു കൂടി ഇതിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നവരെയെല്ലാം അവരുടെ കുടുംബാംഗങ്ങളെയും കൂടി വേദിയിൽ കൊണ്ടുവരും. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ അവാർഡ് ദിശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവാർഡ് വാങ്ങാനും അവാർഡ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ചടങ്ങാണ്. കാരണം മണിക്കൂറുകളോളം നമ്മൾ ചിലക്കൊക്കെ ബോറടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ബോറടി മാറ്റാതെ പെട്ടെന്ന് തീർക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ അവാർഡ് ദിശ തീർക്കാനായിട്ട് 6 മണിക്കൂറും 8 മണിക്കൂറുള്ള പതിവ് രീതിയിൽ നിന്ന് മാറി വളരെ ക്രിസ്പായിട്ടുള്ളൊരു അവാർഡ് ദിശയായിരിക്കും എന്നും ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ടുണ്ട്. പിന്നെ ഹൈദരാലിയുടെ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ഹൈദരാലി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാമാണ്. കാരണം ചില ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് പറയുകയും ഞാൻ ഹൈദരാലി ഭയങ്കര ഉടക്കായിരുന്നു. എന്നെ പറ്റി പറയാവുന്നത് പറഞ്ഞു. പക്ഷെ അവിടുന്ന് മാറി 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 അത് നല്ല സൗഹൃദമായി മാറി. ഇപ്പൊ നമ്മുടെ ഒരു ഭാഗമാണ് ഹൈദരാലി. കാരണം അതങ്ങനെയാണ്, ചില വഴക്കുകളിൽ നിന്നാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. എനിക്ക് ആരോടും വഴക്കില്ല കേട്ടോ, ഞാൻ ആരോടും വഴക്ക് വായിക്കാത്ത ഒരാളാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്. അതിനിടയ്ക്ക് നമ്മൾ വഴക്ക് പറയാൻ പോയിട്ട് എന്ത് നേടാൻ, ഒന്നും നേടാനില്ല. അപ്പൊ അതുകൊണ്ട് ഹൈദരാലിയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോ ഹൈദരാലിന്ന് ശരിക്കും ഫോണിൽ വെല്ലടിക്കരുത്. എങ്ങനെയാണെന്ന് അറിയില്ല. അത് എനിക്ക് മാത്രമല്ല, പലരും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ ഹൈദരാലിയുടേതായ സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല. പക്ഷെ ആ സ്പേസ് നമുക്കൊക്കെ അറിയും. അതാണ് ഹൈദരാലിയുടെ വിജയം. അത് തന്നെയാണ് മൺടു ടോക്സിന്റെ വിജയവും. കാരണം മൺടു ടോക്സിന്റെ ഉത്ഭവം മുതൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാറ്റം മുതൽ ഒക്കെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുക്കാൻ ഈ മൺടു ടോക്സും ഹൈദരാലിക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള നല്ല വാക്കുകളോടെ, നല്ല വാക്കുകൾ കേൾക്കാനും നല്ല വാക്കുകൾ പറയാനും നല്ല വാക്കുകൾ മനസ്സിൽ നിന്ന് തുറന്നു പറയാനും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.